ചിലരെയൊക്കെ ഉയർത്താൻ വേണ്ടി ദൈവം മറയ്ക്കും കേട്ടോ. ഇന്ന് രാവിലെ ദൈവം തന്നൊരു വെളിപ്പാടാ. ഉയർത്താൻ വേണ്ടി മറയ്ക്കും എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞു. രംഗത്ത് സജീവമായി നിന്നൊരു വലിയ സൈന്യാധിപൻ, അടുത്ത ഫറവോ ആകേണ്ടിയവൻ, ഒരു ദിവസം നേരം എടുത്തപ്പോൾ കളത്തിലില്ല. നാട്ടുകാർ മുഴുവൻ മഷിയിട്ട് നോക്കിയിട്ട് ആ മനുഷ്യനെ 40 വർഷം കണ്ടില്ല. എവിടെയാന്ന് പോലും അറിയത്തില്ല. രംഗത്ത് സജീവമായി നിന്ന ഒരുത്തനെ തമ്പുരാൻ 40 വർഷത്തേക്ക് ഒറ്റ മറയ്ക്കാം. സ്തോത്രം. 4 ദിവസം കഴിഞ്ഞാൽ മറക്കുന്ന നമ്മൾ 40 ദിവസം കൊണ്ട് അവളുടെ പേര് വരെ മറന്നു. പക്ഷെ 40ാമത്തെ ദിവസം ദൈവം ഒന്ന് ഉയർത്തി. പിന്നത്തെ ഒരു 40 വർഷം ചെങ്കടലിനോ യോർദാനോ മാറായിക്കോ ഒന്നും തന്നെ തടയാൻ കഴിഞ്ഞില്ല. മറയ്ക്കുന്നത് ഉയർത്താനാന്ന് രാവിലെ ആത്മാവ് പറയുന്നു. ചില ദിവസങ്ങളിലേക്ക് നിന്നെ ഒന്ന് മറയ്ക്കുന്നെങ്കിൽ ഏറ്റെടുത്ത് ആരാധിച്ചോണം ഇന്ന് പകൽ. ചില സമയത്തേക്ക് ദൈവം നിന്നെ ഒന്ന് മറയ്ക്കുന്നെങ്കിൽ ഹല്ലേലൂയ. അപ്പന്റെ അനുഗ്രഹം വാങ്ങി സഹോദരന്മാർക്ക് കൊടുക്കാൻ ഒരു കൊട്ടയ്ക്കകത്ത് അപ്പവുമായിട്ടൊരു ചെറുക്കം വീട്ടിൽ നിന്ന് നല്ല നിലയൊക്കെ ഇട്ടുകൊണ്ട് പോയതാ. പിന്നെ 13 വർഷം അവനെ ആരും കണ്ടിട്ടില്ല. സ്വോത്രം. ഈ പൊട്ടക്കണ്ടി പോയെന്ന് ചേട്ടന്മാർക്കറിയാം, അടിവ് വ്യാപാരി കൊണ്ടുപോയെന്ന് വരെ അവർക്കറിയാം. പിന്നെ അവർക്കും ഒന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ പരന്ന കഥ, ദുഷ്ടമൃഗം അവനെ എന്ത് ചെയ്തു? കടിച്ചു കീറി കൊന്നു. പ്രൈസ് ദി ലോർഡ്. രംഗത്തുനിന്ന് അവൻ മറഞ്ഞു. പ്രാർത്ഥനാ മുറിയിൽ ഇപ്പോൾ അവനില്ല. വെളിപ്പാട് പ്രാപിക്കുന്ന മുറിയിൽ അവനില്ല. പിശാച് പറഞ്ഞ് അവൻ തീർന്നു. ഇല്ല. അവനെ മിസ്രൈമിലെ രാജാവ് ഉയർത്തിക്കൊണ്ട് വന്നു. മറയ്ക്കുന്നത് ഉയർത്താനാ. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വീട്ടിൽ നിന്ന് ജോലി തേടി ഷൗമേൽ ബ്രിങ്കിലിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, കണ്ടാ വലിയ സൗന്ദര്യമൊന്നുമില്ല, വലിയ പേഴ്സണാലിറ്റി ഇല്ല, വെച്ചുകെട്ടൊന്നുമില്ല. അവൻ വില്യം മൂത്ത് എന്ന് പറയുന്ന വലിയ ദൈവദാസന്റെ പുറകെ നടന്ന ഒരു ചെറിയ ജോലിതാ. കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ടൊരു ചെറിയ പണി തന്നാ മതി. വില്യം മൂത്ത് പറഞ്ഞു, ഇവിടെ നിന്നെ ഒന്നും പണിക്കെടുക്കാനുള്ള പണിയൊന്നും ഇവിടെ ഇല്ല, വേറെ പണി നോക്കാൻ പറഞ്ഞു. അവൻ പോയില്ല. ആട്ടിവിട്ടിട്ടും പോയില്ല. ഇവൻ പോത്തിരുന്നാണോ പറഞ്ഞുകൊണ്ട് ആ ഷൂ ഇരിക്കുന്ന ട്രാക്കിനകത്ത് കയറി ഷൂ പോളിഷ് ചെയ്തോണ്ടിരുന്നോളാൻ പറഞ്ഞു. 16 വർഷം ഷൂ പോളിഷ് ചെയ്യുന്ന റൂമിനകത്ത് അവനെ അടച്ചു. 16 വർഷം വീട്ടുകാരവനെ കണ്ടില്ല. സ്വോത്രം പറയണം. അവൻ തീർന്നെന്ന് എല്ലാരും പറഞ്ഞു. പക്ഷെ 16ാമത്തെ ദിവസം, 16ാമത്തെ വർഷം 50,000 പേര് പങ്കെടുക്കുന്ന കൺവെൻഷന്റെ സമാപന രാത്രിയിൽ സ്റ്റേജിൽ അവൻ പൊങ്ങി. എന്റെ ദൈവം താഴ്ത്തുന്നവനും ഉയർത്തുന്നവനുമാ. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ഇനി ഉയരത്തിലെന്ന് വാദിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരച്ചിലരെ ഇന്ന് പകൽക്കാലം പിടിച്ചുയർത്താൻ പോകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 11ാമത്തെ പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പക്ഷെ നിന്നിൽ നിന്ന് ഇന്ന് പകൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിടുതലിന്റെ മറുപടി വെളിപ്പെടണം. നായ്ക്കുട്ടി എന്ന് വിളിച്ചാൽ ഉടനെ ദേഷ്യപ്പെട്ട് ഈ നയമാനെ ഒന്ന് ശ്രദ്ധിച്ചേ. നയമാന് കുഷ്ഠം മാത്രമല്ലായിരുന്നു കേട്ടോ, അവന് കോപം ഉണ്ടായിരുന്നു. അതൊക്കെ പ്രത്യക്ഷപ്പെടേണ്ടിടത്ത് എന്ത് ചെയ്യത്തുള്ളൂ? പ്രത്യക്ഷപ്പെടത്തുള്ളൂ. നമ്മൾ കാണുമ്പോൾ പുള്ളി പട്ടാളക്കാരനാണ്, മഹാനാണ്, സൈന്യാധിപനാണ്, പിന്നെ വീട്ടുകാർ നോക്കുമ്പോൾ കുഷ്ഠമുണ്ട്. പക്ഷേ പുള്ളിക്കില്ലാത്തൊരു കാര്യം ശുശ്രൂഷയുടെ സമയത്ത് വെളിപ്പെട്ടു. സ്തോത്രം. ഏലിശ പറഞ്ഞു, നീ പോയി 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങാൻ പറഞ്ഞു. ഉടനെ അവൻ
കുത്തിച്ചു കോപിച്ചു എന്ന് എഴുതിയേക്കുന്നു. നമ്മുടെ ധാരണ കുഷ്ഠം മാത്രമേ ഉള്ളെന്നാ. നമ്മൾ അതിനുവേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഇവനെ കുഷ്ഠം മാറ്റുന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ, വെളിപ്പെട്ട് നിൽക്കുന്നത് കുഷ്ഠമേ ഉള്ളെങ്കിലും വെളിപ്പെടാത്ത ചില പോരിവനകത്തുണ്ട്. നിന്റെ അനുഗ്രഹത്തിന് തടസ്സം മനസ്സിലാകുന്നുണ്ടോ? കണ്ടാ സൗമ്യനാന്നൊക്കെ നമുക്ക് തോന്നിയാലും കാര്യം വരുമ്പോൾ കൃത്തിക്കുന്ന കോപിക്കുന്ന ഒരു വ്യാപാരം ഇവന്റെ അകത്തുണ്ട്. പക്ഷെങ്കിൽ നായ്ക്കുട്ടി എന്ന് വിളിച്ചിട്ട് പോലും, ഹലോ എടാ, യോർദാനി മുങ്ങാൻ പറഞ്ഞാൽ അവൻ കുർത്തിച്ചേ. ഇവളെ നായ്ക്കുട്ടി എന്ന് വിളിച്ചിട്ട് അവള് പറയാണ് നായ്ക്കുട്ടിയാ. നായ്ക്കുട്ടിക്ക് മേശന്ന് വീഴുന്ന കിട്ടുമല്ലോ. ഹലോ, എനിക്ക് അർഹതയില്ലാത്ത ഒന്നും ചോദിക്കാൻ ഞാൻ ഇന്ന് പകൽ വന്നിട്ടില്ല. എനിക്ക് അർഹതയില്ലാത്ത എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ വേണ്ട. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അർഹതപ്പെട്ടത് മതി. അവരൊന്ന് പ്രാർത്ഥിച്ച സ്ഥിതി ദൈവം മാറ്റാൻ പോകുകയാ. ഞാൻ പറഞ്ഞ ദൂത് നിവർത്തിക്കപ്പെടുവാൻ ദൈവം പറയുന്നു, അർഹതയുള്ളത് ചോദിച്ചോ, ഇന്ന് ദൈവം തരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ സമയം ദൈർഘ്യമാക്കുന്നില്ല. ഈ അബീനാദാബിൻ്റെ വീട്ടിലെ അർഹതയില്ലാത്തവൻ്റെ വീട്ടിൽ, അത് ശരി. അബീനാദാബ് എന്നുള്ള പേര് ഞാൻ അങ്ങ് മാറ്റി അർഹതയില്ലാത്തവൻ്റെ വീടെന്ന് പറയാൻ പോവാൻ. അവൻ്റെ വീട്ടിൽ വന്ന് ഈ പെട്ടകം 20 വർഷം ഇരുന്നു. എത്ര? 20 വർഷം. ഒരു സിംഗിൾ പൈസയുടെ അനുഗ്രഹം അവൻ്റെ വീട്ടിൽ ഉണ്ടായില്ല. സ്തോത്രം. എടുത്തോണ്ട് പോയപ്പോൾ മോനെ തട്ടിയിട്ടാ പോയെ. പ്രൈസ് ദി ലോർഡ്. പോന്ന പോക്കിൽ ഉസായ എന്ത് ചെയ്തു? കൊന്നേച്ചു പോയി. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അർഹതയില്ലാത്തവൻ്റെ പടിക്കൽ ഈ പെട്ടകം വന്നു കയറി. മറ്റേ കൊണ്ട വെച്ചതാ, ഇത് വന്നു കയറിയ ഒരല്ലേ പറയണം. അവന് വന്നപ്പോഴേ മനസ്സിലായി അധികം നാളിരിക്കാൻ സാധ്യതയില്ല. ഉള്ള സമയം ശരിക്കും യൂസ് ചെയ്യണം. ഹല്ലേലൂയ. അവനാ കിട്ടിയ സമയം അങ്ങ് വിനിയോഗിച്ചു. മറ്റവൻ 20 വർഷം ഉപയോഗിക്കാത്തത് ഇവനാ കിട്ടിയ സമയം എണ്ണി 90 ദിവസം. അവനാ ഭാര്യയും പിള്ളാരെയും എല്ലാം വിളിച്ചു പറഞ്ഞു, നമുക്ക് ഈ 3 മാസം ജോലിക്കും വേലയ്ക്കും പോകണ്ട, ഇതിനോട് ചേർന്നിരുന്നങ്ങ് ആരാധിക്കാമെന്ന് പറഞ്ഞു. പെട്ടകത്തോട് ചേർന്നിരുന്ന് അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. 3 മാസം കൊണ്ട് അവൻ്റെയും കുടുംബത്തിൻ്റെയും തലമുറയുടെയും എല്ലാ സ്ഥിതി ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് രാവിലെ മുഴുവൻ സ്ഥിതികളെ മാറ്റാൻ നീ ഇതിനൊന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തയ്യാറായാൽ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഒരു അല്പസമയം ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം എന്നെ വളരെ ഇന്ന് രാവിലെ ചിന്തിപ്പിച്ചു. അതൊന്നും പ്രസംഗിക്കാൻ ഇന്ന് പകല് ഞാൻ സമയമെടുക്കുന്നെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചു തരാം. വാക്യം അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മണിക്കൂറുകൾ നമുക്ക് ധ്യാനിക്കപ്പെടേണ്ട ശക്തമായ ഒരു വചനമാണ്. ഞാനിന്ന് ഒറ്റ കാര്യം മാത്രം ഓർപ്പിക്കാനാണ് വായിച്ചത്. ഇടയിൽ നിന്നുള്ള മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പം എന്നോട് രാവിലെ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, അസൂയക്കാരുടെ ഇടയിൽ നിന്ന്, മന്ത്രവാദികളുടെ ഇടയിൽ നിന്ന്, പോഷ്ക് പറയുന്നവന്റെ ഇടയിൽ നിന്ന്,
നല്ലപോലെ ആരാധിച്ചോടെ. എന്നോട് കർത്താവ് രാവിലെ ഇടപെട്ട ഒരു വിഷയം, മന്ത്രവാദികളുടെ ഇടയിൽ നിന്ന്, അസൂയക്കാരുടെ ഇടയിൽ നിന്ന്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്ന് വിശ്വസിച്ച് ആരാധിച്ചു. ഇന്ന് രാവിലെ ചിലതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ. ചിലരുടെയൊക്കെ ഇടയിൽ നിന്ന് ദൈവം ഉയർത്താൻ പോകുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ പാർക്കുന്ന ഇടം ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നീ പാർക്കുന്നിടത്ത് തന്നെയാണ് പിശാച് സിംഹാസനം ഇട്ട് വെച്ചേക്കുന്നത് എനിക്ക് അറിയാം. ഒരല്ലേ പറഞ്ഞേ, ഉടനെ നീ സ്ഥലം വിട്ട് റാന്നിക്കൊന്നും വരണ്ട. പ്രൈസ് ദി ലോർഡ്. നീ പാർക്കുന്ന ഇടം നിന്നെ കാട്ടി കൂടുതൽ വ്യക്തമായിട്ട് നിന്റെ കർത്താവിനറിയാം. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പേടിച്ച് വെപ്രാളം പിടിച്ചു പോകണ്ട. അതിൻ്റെ ഇടയിൽ നീ പാർക്കുന്ന അവന്റെ സിംഹാസനം വെച്ചതിൻ്റെ ഇടയിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ആ ആഭിചാരക്കാരുടെ ഇടയിൽ നിന്ന്, ആ മന്ത്രവാദികളുടെ ഇടയിൽ നിന്ന്, ആ പോഷ്ക് പ്രചരിപ്പിക്കുന്നവന്റെ ഇടയിൽ നിന്ന്, നിനക്ക് വിരോധമായി സംസാരിക്കുന്നവന്റെ ഇടയിൽ നിന്ന്, നിന്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന പോരുകളുടെ ഇടയിൽ നിന്ന് നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവകരം ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ രാവിലെ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇന്ന് പകൽ, ഈ 11ാമത്തെ പകൽ, ചിലതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്.